ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം പറയാണ് വിനായകനോട് ക്ഷമിക്കാനായിട്ട്. എന്തായാലും അങ്ങനെയൊന്നും വിചാരിച്ച് കാണൂല, അതുകൊണ്ടായിരിക്കും എന്ന് പറയണേ. അങ്ങനെ പോലീസും കേസൊക്കെ ആവാൻ വേണ്ടിയിട്ട് അവന് എക്സ്ട്രാ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയാൻ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയല്ലോ വെച്ചാൽ അത് ഞാൻ അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ മാഷ് പറയാണ്, ഉപ്പ് തിന്ന വെള്ളം കുടിക്കട്ടെ, ആ വെള്ളമൊക്കെ ഞാൻ ഒരുപാട് കുടിച്ചതല്ലേ വെച്ചാൽ, ഇനി അതിൻ്റെ പേരിൽ വിനായകനെ ഇറക്കി വിട്ടിട്ട് കാര്യമില്ല. മാത്രമല്ല അതിന് ശേഷമല്ലേ നന്ദിനിയേടത്തിന് കല്യാണം കഴിച്ചത്. അപ്പം നന്ദിനിയേടത്തേക്ക് അതിൽ പങ്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അച്ഛന്നൊക്കെ പറയുകയാണേ. അപ്പോൾ മാഷ് പറയും, നീ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഞാനത് തീരുമാനം എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല പറയാനുള്ളത്, വേദന നമുക്ക് തിരികെ കൊണ്ടുവരണ്ടേ. എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്കറിയണം. നിൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല അവൾ വേണ്ടത്, അവൾ ഈ വീട്ടിലെ ഓരോരുത്തരുടെ മനസ്സിൽ ഇടം പിടിച്ചവളാണ്. ഈ വീടൊരു വീടായത് അവൾ വന്നതിന് ശേഷമാണ്. ഈ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ വീട്ടിൽ ആർക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും അവൾ തന്നെയാണ് മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ നമുക്ക് വിട്ട് കളയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ നാളെ പോകുമ്പോൾ ഞാനും കൂടെ നിൻ്റെ കൂടെ വരാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ അച്ഛനെ നോക്കണം, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ്റെ കൂട്ടിൽ നിന്ന് നീ പിന്മാറും എന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വാക്ക് തരാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ശ്രീനിസാറിൻ്റെ കൂടെ നിന്നുള്ള അത് ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞതല്ലേ, ശ്രീനിസാറിൻ്റെ കൂടെ നിന്ന് ഞാൻ മാറുന്നുള്ളത്. പക്ഷേ ഈ ഇലക്ഷൻ്റെ സമയത്ത് എനിക്കത് വിട്ടു നിൽക്കാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശ്രീനിസാറിൻ്റെ കൂടെ ഒന്നിനും പോകൂല അച്ഛാന്ന് പറയട്ടോ. അങ്ങനെ ഒരു വാക്ക് നീ ഉറപ്പായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേദന കണ്ട് സംസാരിക്കാൻ നിൻ്റെ കൂടെ പോരാന്ന് പറയുകയാണേ. ആ ഒരു കാരണം കൊണ്ടാണ് അവൾ പോയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഞാൻ റെഡിയാണ് അച്ഛാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് പോയി അവിടെ ചെന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ അവൾ ശ്രീനിവാസൻ്റെ കൂടെ നിന്ന് നീ മാറിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ നമ്മുടെ കൂടെ വന്നാലോ എന്നൊക്കെ മാഷ് പറയുകയാണേ. അപ്പോൾ വിക്രമം പറയുന്നുണ്ട്, ശരിയാണ് അച്ഛാ, ചിലപ്പോൾ അതായിരിക്കും കാരണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദിനി വിനായകനെ വിളിച്ചെണിപ്പിക്കുകയാണ്. മനുഷ്യ, നേരം വെളുത്തു, ഇന്നല്ലേ നമുക്ക് പോകേണ്ടത് എവിടേക്ക് പോകേണ്ടത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങോട്ട് പോകൂടി, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ തൽക്കാലം വിഷം കുടിച്ചൊന്നും അഭിനയിക്കേണ്ട, ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. സാഷ്ടാംഗം വീഴ എല്ലാവരുടെ മുന്നിൽ കാല് പിടിച്ച് നമുക്ക് മാപ്പ് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും വീഴും. നിങ്ങൾ പോയിട്ട് വിക്രമിനെ വിശ്വേട്ടനെ കണ്ട് സംസാരിക്കും, ഞാൻ അമ്മനെ ശ്രീചേട്ടത്തിനെയും കയ്യിലെടുത്തോളാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും കേൾക്കും അച്ഛൻ ഉറപ്പായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കേൾക്കും. വേഗം തന്നെ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് വിനായകനെയും കൂടിയിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയാണ്. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അടിച്ചുപോരുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ചായ വയ്ക്കുന്നുണ്ട്. ചായ വെച്ച് 2 കപ്പിലാക്കി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് കമലാമ്മനെ കാണുമ്പോൾ പറയും, അമ്മേ ഞാൻ കാപ്പി ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം അമ്മ കുടിച്ചോ, ഒരെണ്ണം അച്ഛന് കൊടുത്തോ, എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു നല്ല ഓർമ്മ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കാപ്പിയൊക്കെ നേരത്തെ എഴുന്നേറ്റ് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മ എന്ന് വെച്ചാൽ ഒന്നും ഇടാതെ നിൽക്കുകയാണേ. അപ്പോൾ ശ്രീജയനെ കാണുമ്പോൾ പറയും, ശ്രീജയടത്തി ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ, ശ്രീജയടത്തി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അഭിനയമൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെ പറഞ്ഞാലും അവളൊന്ന് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിൽ എന്ന് പറയുകയാണേ. അങ്ങനെ മാഷക്ക് കാപ്പി കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താ നീ ഇപ്പം തന്നെ അങ്ങോട്ട് പോയുള്ളൂ, അപ്പോഴേക്കും കാപ്പി ഇട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് നന്ദിനി ഇട്ടാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാഷ് കുടിക്കാൻ പോയാൽ അങ്ങനെ നിർത്താണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടാനൊന്നും പോകണ്ട, ഞാൻ പറഞ്ഞിട്ടൊന്നും ഇട്ടതൊന്നുമല്ല, അവൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ എഴുന്നേറ്റ്. പിന്നെ അവൾ പറഞ്ഞ് ഇന്ന് പോകുന്നതല്ലേ എന്തായാലും, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഇട്ടൊരു നല്ല ഓർമ്മയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും അവളെയും കൂടി ഈ ഒരു കാര്യത്തിൽ ശിക്ഷിക്കേണ്ട മാഷയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഭാര്യയും കൂടെ അനുഭവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണെ. അങ്ങനെയല്ല, വിനായകന് അവൾ കണ്ടുപിടിച്ചു കൊടുത്തത് നമ്മളല്ലേ, നമുക്ക് വിനായകനെ അത് മാറ്റാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ അവൾ മാറ്റാം എന്ന് പറയാൻ കേട്ടോ. എന്തായാലും മാഷ് ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാൻ പറയുകയാണേ. പിന്നെ വിശ്വൻ്റെ അടുത്ത് പോയിങ്ങാട്ട് വിനായകൻ ഇങ്ങനെ കാല് പിടിച്ചിങ്ങോട്ട് പറയുകയാണേ. അന്നേരം
വിഷയം പറയുകയാണ് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ല വേണ്ടത്, ചവിട്ടി നട്ടലൊടിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുതെന്ന് അച്ഛനോട് പറയണമെന്ന് പറയുകയാണേ. അപ്പോൾ വിഷയം പറയുന്നുണ്ട് നാല് കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ മുഴുവൻ ഒറ്റയെടുക്കും, നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, കൂടപ്പുറപ്പിനെ പോലും ഒറ്റയെടുക്കുന്നവനല്ലടാ നീ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വിനായകൻ പറയുകയാണ് എനിക്കൊരു നിവർത്തിയില്ല, വേറൊരു വീടെടുത്ത് മാറി താമസിക്കാനൊന്നും പറ്റുമല്ലോ വിശേഷം, നിൻ്റെ കുറേ കാശൊക്കെ ഉണ്ടായില്ലടാ എന്ന് പറയുകയാണേ. അതൊക്കെ ഓരോരോ ബിസിനസ്സിനൊക്കെ ആയിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആക്കി പോയിട്ട് നാളെ കുറേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. എൻ്റെയും നന്ദിനിയുടെയും ശവം എല്ലാം അമ്പലക്കുളത്തിൽ പൊന്തിന്ന് കേട്ട് കഴിഞ്ഞാൽ വേദനിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷയം പെട്ടെന്ന് വിഷമാവും കേട്ടോ. വിഷയം പറഞ്ഞ് നീ എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ അല്ലാതെ എനിക്ക് വല്ല പീഡിയത്തിനെങ്കിലും കെടുക്കാം, പക്ഷേ നന്ദിനിയെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും, എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് അവളെ ആരെങ്കിലും കൊണ്ടുപോയാലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിഷയം ഇങ്ങനെ വിഷമാവാണ്. അതിനുശേഷം നന്ദിനി പോയിട്ട് വേഗം തുണിയൊക്കെ അലക്കാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ അടുത്ത് വന്നിട്ട് ശ്രീജ പറയണതൊന്നും അലക്കണ്ട, ഞാൻ അലക്കിക്കോട്ടെ, വേണ്ട ശ്രീജ എടുത്ത് ഇന്നും കൂടെ അല്ലേ ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ ശ്രീജ. അപ്പോൾ അതിന് പറയാം അതൊന്നും സാരില്ല, ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കും, എനിക്ക് എന്തായാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് നാൾ അനാഥാലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി, 7 വയസ്സ് മുതൽ 13 വയസ്സിൽ ഞാൻ അനാഥാലയത്തിലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിലാണ് ജോലി നോക്കുന്നത്, അച്ഛൻ ജോലിക്കും പോകും, അമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോരോ പണിക്കും പോകും. അപ്പോൾ ഒന്നും വെച്ച് തരാനില്ലാണ്ടാവുമ്പോൾ അയൽവക്കങ്ങളിലൊക്കെ നടന്ന് വാഴപ്പിൻ്റെയും കിഴങ്ങൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി തരും. അന്നത്തെ ആ ഭക്ഷണത്തിനൊക്കെ എന്ത് രസമായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടാണ്ടായപ്പോൾ വീണ്ടും അമ്മ എന്നെ അനാഥാലയത്തിലാക്കി. അതുപോലെ ഏതെങ്കിലും സ്ഥലം നോക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീജയ്ക്ക് വലിയ വിഷമാവാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ് കാലത്തെ അടിച്ചുവരലും ചായ വയ്ക്കലും തുണിയലക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിനായിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ മാഷ്. അപ്പോൾ നന്ദിനി പറഞ്ഞു അയ്യോ അച്ഛാ അതിനൊന്നും വേണ്ടിയിട്ട് ചെയ്തതല്ല, ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അച്ഛാ അതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി നിൽക്കുന്നുണ്ട്. പക്ഷെ മാഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവണേ, നീ പോയി കേട്ട് ഇവരുടെ ഒക്കെ ഭാഗം പിടിച്ചല്ലേ, നീ ഇവരൊക്കെ പോയി കേട്ട് ചാക്കിലാക്കിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിനായകനോട് മാഷ്. അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്നിട്ട് മാഷ് പറയുന്നുണ്ട് നീയൊക്കെ തരം കിട്ടി കഴിഞ്ഞാൽ എന്തും ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണെ. അപ്പോൾ വിക്രം പറഞ്ഞു പോട്ടെ അച്ഛാ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, അച്ഛനത് വിട്ടേക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിടാൻ പറ്റുന്നതാണ് അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെ എന്ന് പറയണേ. പക്ഷേ അതിന് നന്ദിനിയടുത്തി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രീജയടുത്തി പറയുന്നുണ്ട് അതേ വേദനയും കൂടെ പിണക്കം മാറി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ജീവിച്ചുകൂടെ അച്ഛാ എന്ന് പറയും. ശ്രീജയ് നീ ഒരു പാവാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ അതുപോലെയല്ല ഇവരെ ഏത് രീതിയിലും ആരോട് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് ഇവർ നന്നായിട്ട് അറിയാം, അതനുസരിച്ച് മാത്രം ഇവർ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താണ്. അപ്പോൾ എന്തായാലും ഞാനിനി എതിരൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വിനായകൻ വന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുമ്പോൾ വിക്രം കൈപിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു തീരുമാനം കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം അച്ഛനെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി വന്ന് വാതിൽ തുറന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ വരികയാണ്. വന്നിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് നോക്കും, അതിനുശേഷം ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോഴേക്കും ശങ്കരനാരായണൻ പറയണം മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പത്മവും വരികയാണ്. ആരാ വന്നിരിക്കുന്നത്, വായോ അകത്തേക്ക് കയറുവായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വിക്രമിന് അകത്ത് കയറാതെ കൂട്ടാം, മാഷി കയറി പോകും. എന്താ വിക്രമേട്ട അകത്ത് കയറാത്തത്, വാ എന്ന് പറയും. അപ്പോൾ പത്മം പറയും വാ മോനെ കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ അവർ വന്നവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പത്മത്തിനോട് പറയണേ പത്മൻ ചായ എടുക്കുമെന്ന് പറയുമ്പോൾ ദീപ്തി പറയാം അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ചായ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ദീപ്തി പോകും കേട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞോളൂ എന്താണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയാണ് ഞാൻ വന്നത് വേദന എന്ന് പറയാണ്ട് വേദന കാണാനായി, കാര്യം എന്താണ് എന്ന് ചോദിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ, അത് അറിഞ്ഞില്ല എന്ന് നടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മാഷ് പറയാൻ കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് വലിയ ആൾക്കാരല്ലേ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി ഉണ്ടെന്ന് സ്വയം തെളിയിച്ച ആൾക്കാരെ കുട്ടികളെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അന്ന് കാണിച്ചത് തന്നെയാണ്. വിക്രം വന്നിങ്ങായിട്ട് വേദനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. പക്ഷെ ഞാനും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിൻ്റെ അവകാശത്തിലാണ് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കണമെന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് വിക്രമിനെ വിഷമിപ്പിച്ച് ഇറക്കി വിടുന്നതാണ് കേട്ടോ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.